പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമീർ മുതുകുറ്റിയാണ്. ചക്രക്കല്ലിന്റെ ചരിത്രത്തിലെ വിപ്ലവകരമായ വികസനത്തിന്റെ കാഴ്ചകളാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത്. ചക്രക്കല്ലിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റൽ അത് മോഡിഫൈ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി പുതുതായി ഒരു കെട്ടിടം നിർമ്മിച്ചു വരികയാണ്. അതിന്റെ അന്തിമ ഘട്ടത്തിലാണ്. നിലവിൽ നമ്മുടെ ചക്രക്കല്ലിലുള്ള ആരോഗ്യ കേന്ദ്രം വളരെ മികച്ച രീതിയിൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏകദേശം 500-ലധികം രോഗികൾ ദിനേന ഈ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അതിന് ആവശ്യമായ ഡോക്ടേഴ്സും ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ സാധാരണക്കാരനും അനുഭവിക്കുന്ന 1-2 പ്രയാസങ്ങൾ എന്നുള്ളത് 24 hours അത്യാഹിത വിഭാഗം നമുക്ക് ചക്രക്കൽ ടൗണിൽ തന്നെ ആവശ്യമായിട്ട് വരികയാണ്. കാരണം രാത്രി കാലങ്ങളിലൊക്കെ എന്തെങ്കിലും ആക്സിഡന്റ് കേസുകൾ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് ചക്രക്കല്ല് ഹോസ്പിറ്റലിന്റെ പരിമിതികൾ മൂലം നമ്മൾ മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മറ്റും പോകേണ്ട ആവശ്യം അത് വരികയാണ്. അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുക എന്നുള്ളത് ചക്രക്കല്ലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ചക്രക്കല്ല് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് വരിക എന്നുള്ളത് ഇന്ന് നമ്മുടെ നാടിന്റെ ആവശ്യമാണ്. തീർച്ചയായിട്ടും മുൻകാലങ്ങളിലൊക്കെ ഗൈനക്കോളജി OP ഡെലിവറി സംവിധാനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് അതിന് പരിമിതികൾ മൂലം ചക്രക്കല്ല് ഹോസ്പിറ്റൽ അവൈലബിൾ അല്ല. അവിടെയും നമുക്ക് മറ്റു പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രികളിലൊക്കെ വലിയൊരു തുക തന്നെ ചെലവഴിക്കേണ്ടി വരുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഈ ഒരു പുതിയൊരു ബിൽഡിംഗ് വരുന്നതോടുകൂടി ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെ കരുതുന്നത്. പ്രത്യേകിച്ചും മറ്റുള്ള വിഷയങ്ങൾ, ഇപ്പോൾ രോഗങ്ങളുടെ എണ്ണം കൂടി വരികയാണ്. ഹൃദയസ്തംഭനം പോലെയുള്ള രോഗങ്ങൾ കൂടി വരികയാണ്. അതിന് തീർച്ചയായിട്ടും നമ്മൾ മറ്റു സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അവരെ സമീപിക്കുന്ന സമയത്ത് നമ്മൾ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് അത്രയും വലിയൊരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ചികിത്സയ്ക്ക് അവിടെ മറ്റു സ്വകാര്യ ഹോസ്പിറ്റലിൽ സമീപിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതും വാസ്തവമാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ നമ്മളൊരു പക്ഷേ ചാരിറ്റി സംഘടനകളൊക്കെ കോൺടാക്ട് ചെയ്തുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഫണ്ട് കണ്ടെത്തേണ്ടുന്ന ഒരു സാഹചര്യം. അപ്പോൾ അതിനൊക്കെ കവർ ചെയ്തുകൊണ്ട് ഈ ചക്രക്കല്ല് പുതിയ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഓപ്പൺ ആവുന്നതോടുകൂടി ഇത്തരം പ്രയാസങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരം കാണാൻ വേണ്ടി തന്നെ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പ്രധാനമായിട്ടും ഈ 1-2 വിഷയങ്ങൾ, 24 hours അത്യാഹിത വിഭാഗം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അത്യാഹിത വിഭാഗം 24 മണിക്കൂർ നമ്മുടെ രോഗികൾക്ക് ആശ്വാസം നൽകാൻ വേണ്ടി അവിടെ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്, മറ്റു കാർഡിയോളജി, ഓർത്തോ, ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി നമ്മുടെ ചക്രക്കല്ല് ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാറുകയാണെങ്കിൽ വിപ്ലവകരമായ മാറ്റം തന്നെ ചക്രക്കല്ല് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമ്മുടെ പുതിയ ബിൽഡിങ്ങിന്റെ വർക്കുകൾ ഏതാണ്ട് പൂർത്തിയായി അവസാനഘട്ട മിനുക്ക് പണിയിലാണ്. എത്രയും പെട്ടെന്ന് നാടിനു വേണ്ടി സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഭരണകർത്താക്കൾക്ക് എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് നമ്മുടെ ചക്രക്കൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ.